കേരളത്തിലെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതിനായി നടന്ന അവസാനവട്ട ചർച്ചകളിൽ രാഹുൽ ഗാന്ധിക്ക് മുഴുവൻ അറിയേണ്ടിയിരുന്നത് പ്രധാനമായും കേരളത്തിൽ നടന്ന പ്രതിഷേധ പ്രകടനങ്ങളെക്കുറിച്ചായിരുന്നു. കേരളം പോലെയുള്ള രാഷ്ട്രീയ പ്രബുദ്ധതയും അന്ധമായ ഒരു നേതാവ് സ്നേഹമൊന്നുമില്ലാത്തൊരു സംസ്ഥാനത്ത് ഒന്ന് രണ്ട് നേതാക്കൾ പറയുന്നതിനുപരി ഈ വലിയ പ്രതിഷേധങ്ങൾ എങ്ങനെ നടന്നു എന്നുള്ളതാണ് അറിയാൻ ശ്രമിച്ചത്. അതായത് പ്രതിഷേധ പ്രകടനം എല്ലാം നടന്നത് വി.ഡി. സതീശന് വേണ്ടിയായിരുന്നു. അപ്പോൾ കെ.സിക്കെതിരെയാണ് എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ആരാണ് ഇതിന് പിന്നിലെന്നും കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരമായിരുന്നോ അതോ ഇതിന് മറ്റുള്ള എന്തെങ്കിലും സംഘടനയോ ശക്തികളുടെയോ സാന്നിധ്യമുണ്ടായിരുന്നോ എന്നറിയാനായിരുന്നു രാഹുൽ ഗാന്ധി ശ്രമിച്ചുകൊണ്ടിരുന്നത്. കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ആരെങ്കിലും നുഴഞ്ഞു കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സ്ഥിതി ഉണ്ടോ എന്നുള്ളത് രാഹുൽ ഗാന്ധിക്ക് പഠിക്കേണ്ടിയിരുന്നു. ഏതായാലും കേരളത്തിലെ മുഖ്യമന്ത്രി ചർച്ചകൾക്കായി ദില്ലിയിലേക്ക് വിളിച്ചു വരുത്തിയ നേതാക്കളും ഹൈക്കമാൻഡുമായുള്ള കൂടിക്കാഴ്ച സോണിയാഗാന്ധിയുടെ വസതിയിലാണ് നടന്നത്. അതിലാണ് ഇത്തരത്തിലുള്ള ഗുരുതരമായ ചില കാര്യങ്ങൾ രാഹുൽ ഗാന്ധി ചികഞ്ഞെടുത്തത്. മുൻ KPCC അധ്യക്ഷന്മാരായ സുധാകരൻ, M.M. ഹസൻ, മുതിർന്ന നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, KPCC വർക്കിംഗ് പ്രസിഡന്റുമാരായ A.P. അനിൽകുമാർ, PC വിഷ്ണുനാഥ്, ഷാഫി പറമ്പിൽ MP തുടങ്ങിയ നേതാക്കളെല്ലാം തന്നെ ഇതിന് വ്യക്തമായ ഉത്തരം നൽകി എന്നാണ് അറിയുന്നത്. അതായത് വി.ഡി. സതീശന് വേണ്ടിയുള്ള പ്രതിഷേധ പ്രകടനങ്ങളെല്ലാം ആസൂത്രണമായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. രാഹുൽ ഗാന്ധി പ്രധാനമായും ചോദിച്ചറിയുന്നത് സംസ്ഥാനത്ത് ശക്തി പ്രകടനമടക്കം ഉണ്ടായ സാഹചര്യത്തെക്കുറിച്ചാണെന്നാണ് കേരളത്തിലെ നേതാക്കൾ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ആരാണ് ഈ പ്രതിഷേധങ്ങൾക്ക് പിന്നിലെന്ന് ചോദിച്ചു എന്നാണ് നേതാക്കൾ വ്യക്തമാക്കിയത്. അതായത് K.C. വേണുഗോപാൽ മുഖ്യമന്ത്രിയായി കേരളത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രതിഷേധങ്ങൾ ഇനിയും ആവർത്തിക്കാൻ സാധ്യതയുണ്ടോ എന്ന ഒരാശങ്കയും ഒപ്പം തന്നെ അതിൻ്റെ പിന്നിൽ ആരാണെന്നും അത് വന്ന വഴി എന്താണെന്നും മനസ്സിലാക്കാനായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ചോദ്യം എന്ന് വളരെ വ്യക്തം. എന്നാൽ അതിന് ഉത്തരം നൽകിയവർ പറഞ്ഞ കാര്യങ്ങളാണ് ഏറെ പ്രത്യേകതയുള്ളത്. അതായത് കേരളത്തിലെ മുഖ്യമന്ത്രി ചർച്ചയിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്ക് അതൃപ്തിയുണ്ട് എന്നും ഉണ്ടായത് പ്രധാനമായും ഫ്ലക്സ് അടിച്ചും ചേരിതിരിഞ്ഞും സംസ്ഥാനത്ത് നടത്തുന്ന പരസ്യ പ്രകടനങ്ങളിലാണ്. അതുപോലെ പ്രവർത്തകരെ ചേരിതിരിച്ച് തെരുവിലിറക്കിയത് ആരെന്ന് കണ്ടെത്താനുള്ള അന്വേഷണങ്ങൾ ദേശീയ നേതൃത്വം ആരംഭിച്ചു എന്നും അവർ പറയുന്നു. പാർട്ടിയുടെയും മുന്നണിയുടെയും വിജയത്തിൻ്റെ ശോഭ കെടുത്തിയെന്നാണ് നേതൃത്വത്തിൻ്റെ തന്നെ വിലയിരുത്തൽ. ചർച്ചകൾക്കായി എത്തിയ കേരളത്തിലെ നേതാക്കൾ ഹൈക്കമാൻഡ് നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോഴാണ് ഇത് മുഴുവൻ ആസൂത്രിതമെന്ന് ഇവിടെ നിന്ന് പോയ നേതാക്കൾ തന്നെ വ്യക്തമാക്കിയത്. അതായത് മുഖ്യമന്ത്രി പദത്തിലെ നേതാക്കളെ ചൊല്ലി സംസ്ഥാനത്ത് നടന്ന പ്രതിഷേധങ്ങൾ മുഴുവൻ ആസൂത്രിതം എന്നാണ് മുതിർന്ന നേതാക്കൾ പറഞ്ഞിരിക്കുന്നത്. ഇത് ജനകീയ പ്രതിഷേധങ്ങൾ അല്ല എന്ന് നേതാക്കൾ രാഹുൽ ഗാന്ധിയെ അറിയിച്ചിരിക്കുകയാണ്. പ്രതിഷേധങ്ങൾ സ്വിച്ചിട്ടതുപോലെ നിന്നത് അതിൻ്റെ തെളിവാണെന്നും ഈ നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നു. ഒരു വിഭാഗം വളരെ ആസൂത്രിതമായി പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചതാണ്, ഹൈക്കമാൻഡിനെ സമ്മർദ്ദത്തിലാക്കുക എന്ന് മാത്രമായിരുന്നു ഇതിൻ്റെ ലക്ഷ്യമെന്നും നേതാക്കൾ അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. സത്യത്തിൽ നേതാക്കൾ മുഖ്യമന്ത്രിയാകാൻ മത്സരിച്ചതല്ല കുറ്റം. കൂടാതെ ജനഹിതം മാനിച്ചിട്ടില്ല എന്ന് ചർച്ച ചെയ്യുന്നതുമില്ല. പകരം നേതാക്കൾക്ക് വേണ്ടി സംഘടിക്കാൻ പ്രവർത്തകർ എങ്ങനെ തയ്യാറായി എന്നുള്ളതായിരുന്നു ഹൈക്കമാൻഡിൻ്റെ, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ പ്രധാനപ്പെട്ട ആശങ്കയും ചർച്ചയുമെന്ന് ചുരുക്കം. ചിലപ്പോൾ നടപടി കടുപ്പിക്കാനും സാധ്യതയേറെയുണ്ട്.